സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിയുമ്പോഴേക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പത്രികകളാണ് സംസ്ഥാനത്താകമാനം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തള്ളിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയതും ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിച്ച തിരുവനന്തപുരത്ത് തന്നെയാണ്. 13 പത്രികകളാണ് ഇന്ന് തള്ളിയിട്ടുള്ളത്. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 204 സ്ഥാനാർത്ഥികളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച് മാറ്റുരയ്ക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളി. മതിയായ വിവരങ്ങളില്ലാത്തതിന്റെ പേരിലാണ് ഷേർലി ജോണിന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 9 പേരുടെ പത്രികകളാണ് ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതോടെ മണ്ഡലത്തിൽ 13 സ്ഥാനാർത്ഥികൾ മാത്രമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത് 10 സ്ഥാനാർത്ഥികളാണ്. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഡമ്മി സ്ഥാനാർത്ഥി രമേഷ് കുമാറിന്റെയും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഡമ്മി സ്ഥാനാർത്ഥിയായ അനീഷ് കുമാറിന്റെയും പത്രികകൾ തള്ളി. അതേസമയം VS സുനിൽകുമാറിന്റെ അപര സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന്റെ പത്രിക സ്വീകരിച്ചു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ ജില്ലാ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് തോമസ് ഐസക് എഴുതിയത്. ഇതിനെ UDF ചോദ്യം ചെയ്തതോടെയാണ് വിശദീകരണം തേടിയത്. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. കോട്ടയത്തും പാലക്കാടും അപരന്മാരുടെ പത്രികകളും കൂട്ടത്തോടെ തള്ളിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.